ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ അത് ലോകത്തെ മുഴുവൻ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. അതായത് പലസ്തീൻ ഇനി വേണ്ട എന്ന് ഉറച്ച നിലപാടെടുക്കുകയാണ്. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഖത്തറിൽ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു. അതിന് തിരിച്ചടിക്കാനാണോ അല്ലെങ്കിൽ ഇസ്രായേലിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണോ? എന്താണ് ഇനി ഖത്തർ മുന്നോട്ട് ഈ പലസ്തീൻ ഇല്ല എന്ന് പറയുമ്പോഴും ഖത്തർ ഇനി തിരിച്ചടിക്കുമോ എന്ന് ആലോചിക്കുമ്പോഴും നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? പലസ്തീനിന് വേണ്ട എന്നുള്ളൊരു തീരുമാനം നേരത്തെ തന്നെ ഇസ്രയേലിനുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി അത് പരസ്യമായി പച്ചയ്ക്ക് പറയുന്നു, ഇനി പലസ്തീൻ വേണ്ട, ഞങ്ങളത് സമ്പൂർണ്ണമായി അങ്ങ് പിടിച്ചടക്കും, അല്ലെങ്കിൽ അവിടുന്ന് ഈ ഹമാസിനെ അടക്കം അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരെ അടക്കം അവിടുന്ന് ആട്ടി ഓടിക്കുക അല്ലെങ്കിൽ അവിടുന്ന് തുടച്ചു നീക്കുക ചെയ്യും എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പുതിയ നിലപാട്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ തന്നെയാണ്, ഈ ഖത്തറിലെ ദോഹയിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. ഇത് ഈ ഖത്തർ അറിയാതെ നടത്തിയ ഒരു രഹസ്യ ഓപ്പറേഷൻ ആണെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, സാധ്യത കുറവാണ്. ഈ ഖത്തർ ഇപ്പം ഞങ്ങൾ ഞെട്ടി, ഞങ്ങളെ കയറി കടന്നാക്രമിച്ചു, ഞങ്ങളുടെ പരമാധികാരത്തെ ഇസ്രയേൽ ചോദ്യം ചെയ്തു, ഞങ്ങളെ നാണം കെടുത്തി എന്നൊക്കെ ഖത്തർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇത് ഖത്തറും കൂടി ചേർന്നിട്ടുള്ള ഒരു പൊറാട്ട് നാടകമാണ് നടന്നത്. ഖത്തർ നൈസായിട്ട് ഹമാസിനിട്ട് പണിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം ഖത്തർ നമുക്കറിയാമല്ലോ, ഈ ഏതാണ്ട് 1992 മുതൽ അമേരിക്കയുമായിട്ട് സൈനിക സഹകരണ സഖ്യമുള്ള ഒരു രാജ്യമാണ്. അമേരിക്കയുടെ രണ്ട് സൈനിക താവളങ്ങൾ, അത് ഒന്ന് സെൻട്രൽ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സും കമ്പൈൻഡ് എയർ ഓപ്പറേഷൻ സെൻറ്ററും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇറാനുമായിട്ട് ഒരു സംഘർഷം ഉണ്ടായപ്പോൾ ഇറാൻ അമേരിക്കക്കിട്ട് അടിക്കുന്നതിന് പകരം നേരെ വന്ന് അടിച്ചത് ഖത്തറിലാണ്, അല്ലേ? മറ്റേ ഗോഡ് ഫാദർ സിനിമയിൽ നമ്മൾ കണ്ടതല്ലേ, 500 ആനിട്ട് അടിക്കുന്നതിന് പകരം ഭീമൻ രഘുവിനിട്ട് തരും. അപ്പോൾ അതേപോലെ ചെയ്ത ഒരു ഏർപ്പാട് നടന്നു. അപ്പോൾ അത്രയ്ക്ക് അമേരിക്കയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഖത്തറിനെ അവരെ വിശ്വാസത്തിലെടുക്കാതെ ഇസ്രയേൽ ഇമാതിരി പണി ചെയ്യുമെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഖത്തർ ഇപ്പോൾ ഒരു മുഖം രക്ഷിക്കാനായിട്ടുള്ള നടപടിയുള്ള ഭാഗമായിട്ട് ഇപ്പോൾ UN ചെന്ന് ഖത്തർ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ഒരു എസ്സേ എഴുതാനുണ്ട്, പേര് പറയാം, ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ ബിൻ റഹ്മാൻ ജാസിം അൽഥാനി. ജാസിം അൽഥാനി നമുക്ക് ചുരുക്കി വിളിക്കാം, അൽത്താനി. ഓക്കെ. അപ്പോൾ അൽത്താനി UN സുരക്ഷാ സമിതിയിൽ പോയി കരഞ്ഞ് നിലവിളിച്ച് പറയുകയാണ്, ഇവർ ഇസ്രയേൽ കാണിച്ചത് ശരിയായില്ല, വളരെ മോശം പരിപാടിയായിപ്പോയി, ഗൾഫ് മൊത്തത്തിൽ ഭീഷണി നേരിടുകയാണ്, ഇസ്രയേൽ ചെയ്തത് തെമ്മാടിത്തരമാണ്, ഞങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു, അതിനെ തിരിച്ചടിക്കാനുള്ള സകല അവകാശവും ഞങ്ങൾക്കുണ്ട്, അതിന് ലോക സമൂഹം ഇസ്രയേലിൻ്റെ ഈ നടപടിക്കെതിരെ ലോക സമൂഹം ഒന്നിക്കണം എന്നുള്ളതാണ് അൽത്താനി UN സുരക്ഷാ സമിതിയിൽ പറഞ്ഞത്. ഈ അൽത്താനി തന്നെ അടുത്ത ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഗൾഫിലെ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു യോഗം ഉച്ചകോടി അടിയന്തരമായി വിളിച്ചു ചേർക്കുകയാണ്. എന്നിട്ട് ഇവർ വന്നിരുന്ന് കുഴിമന്തി കഴിച്ച് പിരിയുമെന്നല്ലാണ്ട് ഈ അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ വേണമെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കും, ഒരു അനുശോചന പ്രമേയം ഇറക്കാൻ സാധ്യതയുണ്ട്. അതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നടപടിക്ക് ഇവർ മുതിരും എന്ന് തൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ടതില്ല. കാരണം ഇത് ഖത്തറും കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയ പരിപാടിയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഈ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണല്ലോ ആക്രമണം നടത്തിയത്. നേരത്തെ ചില വാർത്തകൾ വന്നു, തുർക്കി ഈ പരിപാടി ഒറ്റിക്കൊടുത്തു എന്നുള്ളത് ചില വാർത്തകൾ വന്നു. ഹമാസിന് തുർക്കി മുന്നറിയിപ്പ് കൊടുത്തു. അങ്ങനെ ഹമാസ് നേതാക്കൾ അവിടുന്ന് ജസ്റ്റ് ഒരു മിനിറ്റുകൾക്ക് മുമ്പ് ഈ ആക്രമണം നടന്ന ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ ഈ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. ഈ ഖത്തറിൽ ഇവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നു. അപ്പോൾ ഈ 6 കൊല്ലപ്പെട്ട 6 പേരുടെ ശവപ്പെട്ടികളിൽ ഒരെണ്ണത്തിൽ ഖത്തറിൻ്റെ ദേശീയ പതാകയാണ് പുതപ്പിച്ചിരുന്നത്, ബാക്കി 5 എണ്ണത്തിൽ പലസ്തീൻ പതാകയാണ് പുതപ്പിച്ചിരുന്നത്. അപ്പോൾ പിന്നെ അവരാരാ? അതറിയില്ല. അപ്പോൾ ഈ ഹമാസിന്റെ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. അറബ് മാധ്യമങ്ങൾ പറയുന്നു കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്രയേലിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം പ്രധാനപ്പെട്ട നേതാക്കൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള നിഗമനമാണ് പറയുന്നത്. നമുക്ക് വാസ്തവം അറിയില്ല. ഏതായാലും അങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട്. ഇനി നേരെ ഇപ്പോൾ പലസ്തീൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ പറയാം. ഒരു 3 ദിവസം കൊണ്ട് അവർ 6 രാജ്യങ്ങളെയാണ് ആക്രമിച്ചത്. ഒരു പേടിയുമില്ല, ഒരു ചഞ്ചലിപ്പുമില്ല. അതിൽ പ്രധാനം പറയുന്നത് ഒന്ന് പലസ്തീൻ, സ്ഥിരം വേട്ടമൃഗം, പിന്നെ ലെബനൻ, സിറിയ, തുനീഷ്യ, ഖത്തർ, യമൻ. അതിൽ യമനിൽ ഹൂത്തികൾക്കിട്ട് പണിഞ്ഞ വകയിൽ സനയിലും അൽജാഫ് എന്ന് പറയുന്ന ഒരു മേഖലയിലും
ആക്രമണം നടത്തി, വ്യോമാക്രമണമാണ് നടത്തിയത്. അവിടെ 35 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം. 131 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടെ ഈ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളാണ് ആക്രമിച്ചത്. പിന്നെ ലെബനനിൽ ബക്ക, ഹെർമൽ എന്നീ സ്ഥലങ്ങളിൽ ഹിസ്ബുള്ളയ്ക്ക് പണിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിൽ ഹിസ്ബുള്ളയുടെ 4 പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു സാധാരണക്കാരനും മരിച്ചു. 8 വ്യോമാക്രമണമാണ് അവിടെ നടന്നു എന്നുള്ളതാണ് വിവരം. പിന്നെ ഖത്തറിൽ നേരത്തെ പറഞ്ഞ പോലെ ദോഹയിലെ സംഭവങ്ങൾ. സിറിയയിൽ ഹോംസ് എന്ന് പറയുന്ന സ്ഥലത്തെ വ്യോമസേനാ താവളവും സൈനിക ബാരക്കും ഇസ്രായേൽ സേന തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിവരങ്ങൾ. ഇനി ഇസ്രായേൽ എന്തുകൊണ്ട് ഈ ഖത്തറിൽ ആക്രമണം നടത്തി അല്ലെങ്കിൽ ദോഹയിൽ ആക്രമണം നടത്തി എന്നുള്ളതിന് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രതികാരമായിരുന്നു. ഈ ജെറുസലേമിൽ കഴിഞ്ഞ ദിവസം ഒരു വെടിവെപ്പുണ്ടായി, 6 പേർ അതിൽ കൊല്ലപ്പെട്ടിരുന്നു. പിന്നെ ഗസയിൽ ഇസ്രായേൽ സൈനികർ ഒരു 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിന് ഒരു മറുപടി എന്ന നില, കാരണം കുറച്ച് നാളത്തേക്ക് ഹമാസിൻ്റെ ഒരു ഇടപെടൽ വളരെ കുറഞ്ഞിരിക്കുകയായിരുന്നു, വളരെ ദുർബലപ്പെട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഒരു പ്രത്യാക്രമണം നടത്തിയതിന് മറുപടി എന്ന നിലയിൽ, പ്രതികാരം എന്ന നിലയിലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് വിവരം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിലേക്ക് മടങ്ങി വരാം. അതായത് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു പാലസ്തീൻ ഇനി വേണ്ട. ഇത് പറയുന്നത് എവിടെ വെച്ചാണ് എന്നുള്ളത് കൂടി നോക്കണം. ഈ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ അവരുടെ തന്നെ ഒരു കോളനി സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏതാണ്ട് 3400 വീടുകൾ ഇസ്രയേൽ നിർമ്മിച്ച് അവിടെ ജൂതന്മാരെ കൊണ്ട് കുടിയിരുത്തി അവിടെ ഒരു ഇസ്രയേൽ കോളനി ഉണ്ടാക്കാനാണ്. അതായത് പലസ്തീൻ അനുകൂലികളോടെ വേണ്ട, ഇവർ മതി എന്ന രീതിയിൽ മറ്റുള്ളവരെയൊക്കെ ആട്ടി ഓടിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു പലസ്തീൻ എന്ന് പറയുന്ന സാധനം ഇവിടെ വേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അത് നിറവേറ്റും. ആരോടാ? ജൂതന്മാരോടാണ് പറയുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അത് നിറവേറ്റും. പാലസ്തീൻ എന്ന നാട് ഇവിടെ ഉണ്ടാകില്ല. ആ സ്ഥലം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് ഞങ്ങൾ എടുക്കും. നമ്മുടെ പൈതൃകം അത് കാത്തു സൂക്ഷിക്കും. ഈ നഗരത്തിലെ ജനസംഖ്യ നമ്മൾ ഇരട്ടിയാക്കും. അതായത് 3400 വീടുകൾ അവിടെ നിർമ്മിച്ചു, അവിടെ ജൂതന്മാരെ കൊണ്ട് താമസിപ്പിക്കുന്നു, അവിടെ ഒരു ജൂത കോളനി ഉണ്ടാക്കുന്നു. ഇത് ഇരട്ടിയാക്കും. അതായത് ഇനിയും ആളുകൾ അവിടെ പെരുകും, അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കും. ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ജെറുസലേമും അതേപോലെ തന്നെ ഈ വെസ്റ്റ് ബാങ്കിന് ഇടയിലുള്ള മാലി ഒഡിം എന്ന് പറയുന്ന ഒരു പ്രദേശം, അവിടെയാണ് ഇവർ ഈ കോളനി സൃഷ്ടിക്കാൻ പോകുന്നത്. അവിടെ ഈ പറയുന്ന രീതിയിൽ ഒരു 12 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശമാണ് ഇവർ ഇസ്രായേൽ കോളനി ഉണ്ടാക്കാൻ പോകുന്നത്. 1967 മുതലാണ് ഇതിനുള്ള നടപടികൾ തുടങ്ങിയത്. അപ്പം അന്ന് മുതലേ അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ നിലപാടെടുത്തിരുന്നു. അന്താരാഷ്ട്ര നിയമപ്രകാരം അത് നിയമവിരുദ്ധമാണ്. അപ്പോൾ UN-ൻ്റെ അടക്കം, ഐക്യരാഷ്ട്ര സഭയുടെ അടക്കം വലിയ എതിർപ്പ് ഇക്കാര്യത്തിൽ ഇസ്രായേലിനുണ്ട്. പക്ഷേ അതൊന്നും പരിഗണിക്കാതെയാണ് അവർ ഈ പറയുന്ന മനുഷ്യ കോളനി അല്ലെങ്കിൽ ജൂത കോളനി അവിടെ സൃഷ്ടിക്കാൻ നോക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞല്ലോ പലസ്തീൻ എന്ന രാഷ്ട്രം ഇനി വേണ്ട, അത്തരത്തിൽ കർശന നിലപാടെടുക്കുന്നു. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത എതിർപ്പ് ഇക്കാര്യത്തിൽ ഇസ്രായേലിനുണ്ട് എന്നുള്ളത്. ഒരു പക്ഷേ അമേരിക്ക പോലും ഒരു പരിധിക്കപ്പുറം ഇസ്രായേലിനെ ഇനി പിന്തുണയ്ക്കുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഇപ്പോൾ ജർമ്മനി, അതേപോലെ തന്നെ ബ്രിട്ടൻ, അതേപോലെ തന്നെ ഫ്രാൻസ്, ഈ 2 രാജ്യങ്ങളും ഈ ഇസ്രായേലിൻ്റെ നടപടിക്കെതിരെ കടുത്ത അതൃപ്തിയിലാണ്. അവർ രണ്ടുപേരും പലസ്തീനെ ഈ വരുന്ന സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം, വാർഷിക ജനറൽ ബോഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പലസ്തീനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കും എന്ന നിലപാടിലാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദവും അതേപോലെ തന്നെ വെല്ലുവിളിയും, അതായത് സുരക്ഷാപരമായ വെല്ലുവിളിയും നേരിടുമ്പോൾ തന്നെ ഇസ്രായേൽ പറയുന്നു, ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു പലസ്തീൻ ഇനി വേണ്ട, അവരെ പൂർണ്ണമായിട്ട് അവർ പിടിച്ചടക്കുമെന്നുള്ളത്.